ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഭരണമാറ്റമുണ്ടാകുമെന്ന് റോജി എം ജോൺ MLA ശനിയാഴ്ച നവീകരിച്ച ചുള്ളി മിനി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ ജനദ്രോഹ നടപടികളാണ് കൈക്കൊണ്ടതെന്നും റോജി എം ജോൺ പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പാണെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാർ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ശനിയാഴ്ച നവീകരിച്ച ചുള്ളി മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. 10 വർഷക്കാലം LDF സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിച്ച് കേരളത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ആയിട്ട് കടന്നുപോയ 10 വർഷങ്ങളാണ്. ജനം മുഴുവൻ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-നാണ് എന്നുള്ളതും ജനങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ജനങ്ങൾ ഈ 10 വർഷത്തിൽ പല ആവർത്തി സർക്കാരിനെ തിരുത്താനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ തിരുത്താൻ ശ്രമിച്ചു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ തിരുത്താൻ ശ്രമിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ തിരുത്തലുകളൊന്നും ഉൾക്കൊള്ളാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനം ശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന് നൽകും. കേരളത്തിൽ 100 സീറ്റുകളിലധികം നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരും. ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കൊണ്ടുവരാൻ UDF-ന് മാത്രമേ കഴിയൂ എന്നും റോജി എം ജോൺ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 100 സീറ്റുകളിലധികം നേടിക്കൊണ്ട് UDF ഭരണത്തിൽ വരുമെന്നും അങ്കമാലി മണ്ഡലത്തിൽ UDF ജയിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി എല്ലാ കാലത്തും UDF-നോടൊപ്പം ശക്തമായി നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നിരവധി കാര്യങ്ങൾ UDF-ൻ്റെ ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിലൂടെ നടന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ നിന്നും UDF-ൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അല്ല, 10 വർഷക്കാലം ജനങ്ങൾ ഒരു MLA പ്രവർത്തിക്കാനുള്ള അവസരം നൽകി. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾ എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ആ പിന്തുണ അത് തുടർന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF-ൻ്റെ സ്ഥാനാർത്ഥി അങ്കമാലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.